ദലച്ചു ചുമ്മാ തമാശ കളിക്കില്ല കേട്ടോ. അവസാന നിമിഷം ഇതെങ്ങാനും നിന്റെ അച്ഛനെങ്ങാനും കേട്ട് കഴിഞ്ഞാൽ നിന്നെയും കൊല്ലും എന്നെയും കൊല്ലും. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അമ്മ ഒന്ന് അച്ഛനോടൊന്ന് സംസാരിച്ച് നോക്ക് പ്ലീസ്. എൻ്റെ പൊന്നമ്മയല്ലേ. നീ ചുമ്മാ കളിക്കല്ലേടി. കെട്ടുന്ന സമയമായി. അപ്പോഴാണ് നിന്റെ പറച്ചിലൊക്കെ. സോനെ, നീ അവളെ കൊണ്ട് താഴേക്ക് വന്നേ. ഞാൻ താഴെ ഉണ്ടാവും. ഓക്കേ. എന്താ നിന്റെ പ്രശ്നം? ഞാൻ കേൾക്കട്ടെ. നിങ്ങൾക്കറിയാലോ, എനിക്കിപ്പോൾ ഒരു കല്യാണത്തിന് തീരെ താല്പര്യമില്ല. പിന്നെ അച്ഛനമ്മയെ നിർബന്ധിച്ചുകൊണ്ട്, പിന്നെ അയാൾക്ക് ഓക്കെയാന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചു. പിന്നെ പെട്ടെന്ന് ഇപ്പം എനിക്ക് തോന്നുന്നു ഒന്നും വേണ്ടായിരുന്നു എന്ന്. എന്തെങ്കിലും ചെയ്യുക. നമുക്ക് ഒളിച്ചോടിയാലോ? രോഹിത, നീ മിണ്ടാതിരുന്നു കേട്ടോ. അവൾക്ക് നല്ല ബുദ്ധി പറഞ്ഞു കൊടുക്കാനുള്ളായിരുന്നു. നീ പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു നല്ല ബുദ്ധിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും എങ്ങനെയായിരിക്കും നമ്മുടെ ബോസ് ഇവളെ കല്യാണം കഴിക്കാൻ ഓക്കെ എന്ന് പറയുന്നത്? ഓഫീസിലും പുറത്തൊക്കെ ഒരുപാട് പെൺപിള്ളേർ പുള്ളിനെ കെട്ടാൻ വേണ്ടി തപസ് ചെയ്യുന്ന സമയത്ത് അങ്ങേര് ഇവളെ കെട്ടാന്ന് പറഞ്ഞാൽ എനിക്കെന്തോ ദുരൂഹത മണക്കുന്നുണ്ട്. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? എനിക്കെന്തൊരു കുഴപ്പമുള്ളതോ? ഞാൻ ക്യൂട്ടല്ലേ, സെക്സി അല്ലേ? അതെ, നീ സുന്ദരിയാണ്. സോനെ, നീ ചുമ്മാ ആക്കല്ലേ. രോഹിത്, നീ പറ, ഞാൻ ക്യൂട്ടല്ലേ? ഐ തിങ്ക് നീ ക്യൂട്ടാണ്. പക്ഷേ എൻ്റെ സോനൻ അത്രയില്ല. അല്ലെങ്കിൽ എനിക്കറിയാം നീ അവളെ തന്നെ പറയത്തുള്ളൂ. എന്താ സോനി നീ ഇത്രമാത്രം ആലോചിക്കുന്നേ? എന്നെക്കാളും ആലോചനയുള്ള നിനക്ക്. ഒന്നുകിലും എൻ്റെ കല്യാണമല്ലേ, എനിക്കല്ലേ ടെൻഷൻ കൂടുതൽ. ഇന്ന് അങ്ങേരെ പറ്റിയാണ് ആലോചിക്കുന്നത്. നിങ്ങളുടെ ബോസ്, അയാൾക്ക് എന്താ അത്ര പ്രത്യേകതയുള്ളത്? ദേവ് കൺസ്ട്രക്ഷൻ കമ്പനിയുടെ CEO. അയാൾ എന്നെ കല്യാണം കഴിക്കുന്നതിൽ നീ എന്തിനത്ര ആലോചിക്കുന്നേ? ഞാൻ സംശയിക്കും. എന്തോ ഒരു സെലിബ്രിറ്റി കുറിച്ചുള്ള മനുഷ്യനാണെന്നറിയോ? അയാൾ നിന്നെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചു എന്ന് പറയുമ്പോൾ സംശയിക്കാതിരിക്കുമോ ഞാൻ? നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയൊക്കെ. നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഫേമസ് ആയിട്ടുള്ള കമ്പനികളൊന്നാണ് ദേവ് കൺസ്ട്രക്ഷൻസ് കമ്പനി. നിനക്കറിയാലോ, ഞാനും രോഹിത്തും അവിടെ വർക്ക് ചെയ്യുന്നത്. എന്ത് കഷ്ടപ്പെട്ടിട്ടാണെന്നറിയോ അവിടെ ഒരു ജോലി കിട്ടിയത്. പിന്നെ നിന്റെ വരൻ ആദിത്യ ദേവകൃഷ്ണ, ആള് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ്മാനാണ്. പോരാത്തൻ 2 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് യങ് ബിസിനസ്മാൻ ഓഫ് ദി ഇയർ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആള്. ആണോ? കഴിഞ്ഞ ഇന്റർവ്യൂവിന് പുള്ളി എന്താ പറഞ്ഞെന്നറിയോ കല്യാണത്തെ പറ്റി? എന്താ പറഞ്ഞേ? മാരേജോ? മാരേജിനെ പറ്റിയൊന്നും ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ട് കൂടിയില്ല. ഇപ്പം ഞാൻ എൻ്റെ കരിയറിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ശരിക്കും അയാൾ അങ്ങനെ പറഞ്ഞു? പിന്നെ എന്തിനാ അയാൾ എന്നെ കല്യാണം കഴിക്കുന്നത്? അതെന്നെയല്ലേ ഞാനും ചോദിച്ചു. എന്തിനാണ് ബോസ് ഓക്കെ പറഞ്ഞ നിന്നോട്? സത്യം പറയടി, നീ ഞങ്ങളുടെ ബോസിനെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടല്ലേ കല്യാണം കഴിക്കുന്നത്? ആടി, സത്യമാ. അയാളെന്നെ കിട്ടിയില്ലെങ്കിൽ ഞാൻ അയാളുടെ സ്വത്തും പണവും എല്ലാം എടുത്തിട്ട് ഒളിച്ചോടുന്നു പറഞ്ഞു. അങ്ങനെ അയാൾ എന്നെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചു. നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ?
എൻ്റെ സോനെ നീ കുറച്ച് സമയത്തേക്കൊന്നും മിണ്ടാതിരിക്കും. എനിക്ക് അല്ലെങ്കിലേ ടെൻഷനാണ്. അതിൻ്റെ ഇടയ്ക്ക് നീ എൻ്റെ ടെൻഷനൊക്കെ കൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ മൂഡ് പോയി. എനിക്ക് കല്യാണം കഴിക്കാനുള്ള മൂഡ് പോയി. മൂഡ് പോയ സ്ഥിതിക്ക് നമ്മളിവിടെ നിന്നിട്ട് കാര്യമില്ല, നമുക്ക് ഒളിച്ചോടാം. രോഹിത്തെ, നിനക്ക് ചാകണ്ടെങ്കിൽ നീ മിണ്ടാതിരുന്നോ? ഞാൻ അതിനെന്താ തെറ്റായി പറഞ്ഞത്? അവക്ക് മൂഡ് പോയിന്ന് അവളിപ്പോൾ പറഞ്ഞില്ലേ. അപ്പോൾ പിന്നെ ഒളിച്ചോടാനല്ലാതെ വേറെ മാർഗം എന്താ നമുക്കുള്ളത്? രോഹിത്ത്, നീ പറഞ്ഞോളെ ഞാൻ ഒളിച്ചോടട്ടെ. പിന്നെ ഞാൻ ചുമ്മാ എന്ന് വെച്ചു ഇപ്പൊ ഒളിച്ചോടാനോ? അതൊന്നും പറ്റത്തില്ല. താലി കെട്ടാൻ സമയമാകുമ്പോഴാണ് നീ ഒളിച്ചോടുന്ന കാര്യം പറയുന്നത്. എന്തോ എങ്ങനെ ഇത്രയും സമയം നീ അല്ലേടി അങ്ങേരെ പറ്റി പറഞ്ഞിട്ട് എന്നെ സംശയത്തിലാക്കിയത്. എനിക്കിപ്പോ തോന്നുന്നു അയാൾ എന്നെ മനഃപൂർവ്വം എന്തോ ഉപദ്രവിക്കാൻ വേണ്ടി കല്യാണം കഴിക്കുകയാണെന്ന്. ഇതിനെല്ലാം കാരണം നീയാ. മോളെ ലച്ചു, നീ എന്താ ഇവിടെ തന്നെ നിൽക്കുന്ന? സമയമായി, പെട്ടെന്ന് വാ താഴേക്ക്. സോനി, നീ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ലേ? മുഹൂർത്തത്തിന് സമയമായി, അവളെ പെട്ടെന്ന് വാ താഴേക്ക്. ഇത്ര പെട്ടെന്ന് സമയമായി. ഡാഡി പോവാ. വരുവാ. തീർന്നു, എല്ലാം തീർന്നു. ഇയാൾ എന്തിനാണ് എന്നെ കല്യാണം കഴിക്കുന്നത്? അപ്പൊ പറ മോനെ സിദ്ധുക്കുട്ട, നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? സത്യം പറ, അല്ലെങ്കിൽ ഇവൻ എന്നെ കൊല്ലും. ആക്ച്വലി പപ്പയും മമ്മിയും നിനക്ക് വേണ്ടി ഒരു പെങ്കൊച്ചിനെ കണ്ടുവച്ചിട്ടുണ്ട്. ആ കൊച്ചിനെ കാണാൻ പോവാ. ഓഹോ, അപ്പോൾ എല്ലാവരും പ്ലാൻ ചെയ്ത് ഇറങ്ങിയിരിക്കുവാണോ? അതിനാണ് എന്നോട് ലീവ് എടുത്ത് വീട്ടിലേക്ക് വരാൻ പറഞ്ഞത്. അതെ, ഞാൻ നിന്നെ അടുത്ത സ്റ്റോപ്പിൽ ഇറക്കി വിടാം. നീ ഏതെങ്കിലും വണ്ടിയിൽ കയറി പൊക്കും. പപ്പയോട് പറഞ്ഞേക്ക് ഞാൻ വരുന്നില്ല എന്ന്. ഞാൻ അമരയിലേക്ക് പോവാം. എടാ, ആദ്യം നീ ഇങ്ങനെ പെട്ടെന്ന് തീരുമാനങ്ങളൊന്നും എടുക്കല്ലേ. എൻ്റെ കാലിൻ്റെ കാര്യമാടാ. നിന്റെ കാലും എൻ്റെ പെണ്ണുകാണൻ തമ്മിൽ എന്ത് ബന്ധമുള്ളത്? ഉണ്ടടാ, ഉണ്ട്, വലിയ ബന്ധമുണ്ട്. നിന്നെ കൊണ്ട് ഇന്ന് പെണ്ണ് കാണാൻ ചെന്നില്ലെങ്കിൽ നമ്മുടെ പപ്പ എൻ്റെ 2 കാലും തല്ലി ഓടിക്കുന്ന പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പ്ലീസ് ടാ, എൻ്റെ പൊന്നു ചേട്ടനല്ലേ, നീ ഒന്ന് ജസ്റ്റ് വന്നിട്ട് ആ കൊച്ചിനെ ഒന്ന് കണ്ടാൽ മതി. എന്നിട്ട് നോ പറയുകയാണെങ്കിൽ നോ പറഞ്ഞോന്നേ. ഓക്കെ, സമ്മതിച്ചു. ഞാൻ വരും, കാണും, നോ പറയും. പിന്നെ എന്നോടൊന്നും പറയാൻ നിൽക്കരുത്. ഓക്കെ, നീ വന്നാൽ മതി. പിന്നെ കൊച്ചിൻ്റെ ഡീറ്റെയിൽസ് അറിഞ്ഞില്ല എന്ന് പറയരുത്. കൊച്ചിൻ്റെ പേര് ഐശ്വര്യലക്ഷ്മി. പപ്പയ്ക്ക് പരിചയമുള്ള ആരുടെയോ മോളാ. ആഹാ, നല്ല അടിപൊളി പേര്. ഏത് പട്ടിക്കാട്ടിലാണ് അവൾ താമസിക്കുന്നത്? പട്ടിക്കാട്ടിലൊന്നും അല്ല അവൾ താമസിക്കുന്നത്. നീ ഞാൻ പറയുന്ന പോലെ വണ്ടി ഓടിച്ചാൽ മതി, എത്താനായി. ആ കാണുന്ന വീട് ഇവിടെ നിർത്തിക്കോ. വേടാ ആദി, ഇറങ്ങ. നമ്മളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി പിള്ളേരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊന്ന് സംസാരിച്ച് തീരുമാനിക്കട്ടെ. അത് ശരിയാ. പൂർണിമേ, കൊച്ചെന്തേ? അവള് റൂമിലുണ്ട്. അവളുടെ മോൻ നേരെ കയറി ചെന്ന് ആദ്യം കാണുന്ന റൂമാട്ടോ അവളുടെ. ഓക്കെ.
സംസാരിച്ചു തുടങ്ങും. ഹായ്, എൻ്റെ പേര് ഐശ്വര്യലക്ഷ്മി. എൻ്റെ ബ്രദർ പറഞ്ഞു. ആണോ? ആക്ച്വലി എനിക്ക് കല്യാണത്തിന് താല്പര്യമില്ല. ഓ, എന്താ വേറെ ആരെങ്കിലും ഇഷ്ടമാണോ? ഏയ്, അങ്ങനെയൊന്നുമല്ല. എനിക്ക് ഇപ്പോൾ കല്യാണത്തിനൊന്നും താല്പര്യമില്ല. എനിക്ക് 30 മിനിറ്റ്സിനുള്ള ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. സോ ഐ നീഡ് ടു ഗോ. എന്നാൽ ഓക്കെ, ബൈ. ആ, പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് ഞാൻ നിൻ്റെ പാരൻസിനോട് പറഞ്ഞോളാം. എനിവേസ്, ബൈ ഐഷു. എന്താടാ ആദി, എങ്ങനെയുണ്ട്? കൊച്ചിനെ നിനക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്ക് കല്യാണം സമ്മതമാണ്.